ഹൈന്ദവ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനം വിജയിപ്പിക്കുന്നതിന് സാമ്പത്തിക ഞെരുക്കത്തിലും വലിയ തോതിൽ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്ന ഹൈന്ദവ സമൂഹം ഒക്കെ തന്നെ സംഘാടകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആവേശം പകരുന്ന കാര്യമാണ്. സമ്മേളനത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്ന് പതാക ദിനമായി ആചരിക്കുന്നതിന് സംഘാടക സമിതി തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 100-ലധികം കേന്ദ്രങ്ങളിലാണ് രാവിലെ 8 മണിക്ക് മുമ്പ് പതാക ഉയർത്തിക്കൊണ്ട് നൂറുകണക്കിന് വരുന്ന ഹൈന്ദവ സഹോദരന്മാർ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും ഈ സമ്മേളനം ഞങ്ങൾ വിജയിപ്പിക്കും എന്നുള്ള ഐക്യദാർഢ്യ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളും ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് സമൂഹത്തിന്റെ ആശീർവാദം നേടിക്കൊണ്ട് ഉയർന്നു വരുന്ന അങ്ങേയറ്റത്തെ ആവേശകരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സംഘാടക സമിതി ഈ സമ്മേളനത്തിന്റെ വിളംബരം നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മൂലയിലും മുക്കിലും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളംബര റാലി സംഘടിപ്പിച്ചിരുന്നു. വിളംബര റാലിയിൽ നൂറുകണക്കിന് വാഹനങ്ങളിലാണ് അമ്മമാരും സഹോദരിമാരും ഹൈന്ദവരും അടങ്ങുന്ന സമൂഹം പങ്കെടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരതത്തിലെമ്പാടും ഹൈന്ദവ ജനതയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭാരതത്തിലെമ്പാടും ഇത്തരത്തിലുള്ള വിപുലമായ തോതിലുള്ള ഹൈന്ദവ സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. 1925 ഹൈന്ദവ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സമൂഹത്തിന്റെ വൈഭവം ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഭാരതാംബയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മാതൃരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധത്തിലും വൈഭവം ആർജിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് 100 വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെമ്പാടും ഹൈന്ദവ യോജിപ്പിന്റെ കാഹളമുയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ഹൈന്ദവ സമ്മേളനങ്ങൾ, ചെറുതും വലുതുമായ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടക്കത്തിൽ വളരെ ഒരു ചെറിയ സംഖ്യ വെച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം കൂടുതൽ യോജിപ്പോടുകൂടി, ഐക്യത്തോടുകൂടി, അതുപോലെ തന്നെ ഔന്നത്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ യോജിപ്പ് കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം